പ്രണയബന്ധത്തെ എതിർത്തതിന് സ്വന്തം പിതാവിനെതിരെ വ്യാജ പോസ്കോ കേസ് നൽകി സ്വന്തം മകൾ സ്വന്തം പിതാവിനെ ജയിലിലാക്കിയത് 1.5 വർഷം. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരിട്ടത് നീതി നിഷേധവും സമാനതകളില്ലാത്ത ക്രൂരതയുമാണ്. എന്തായാലും ഇതിനെപ്പറ്റി ആ പിതാവും ഈ പരാതി നൽകിയെന്ന് പറയുന്ന കുട്ടിയുടെ മാതാവും പ്രതികരിക്കുന്നുണ്ട്. നമുക്കതൊന്നും കേൾക്കാം. കൊച്ചു ഫോൺ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് എതിർപ്പായിട്ട് പറഞ്ഞു. കൊച്ചിനതൊരു ദേഷ്യമായിട്ട്. പോലീസുകാരോട് പറഞ്ഞില്ലേ കുറ്റം ചെയ്തില്ല എന്ന്? പക്ഷെ നമ്മൾ പറയുന്നതല്ല, ഒരു ചെയ്യാൻ പറ്റത്തില്ല. ഹതഭാഗ്യവാന്മാരായ 2 മാതാപിതാക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. ഇദ്ദേഹം കഴിഞ്ഞ 1.25 വർഷമായി ജയിലിലായിരുന്നു. ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. ജാമ്യം പോലും ലഭിക്കാതെ കഴിഞ്ഞ 1.25 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ കോടതി വെറുതെ വിട്ടു. എന്താ മകളിങ്ങനെ പരാതി കൊടുക്കാനുണ്ടായ കാരണം? ഫോൺ വിളിക്കും. പന്നി ഒളിച്ച ഭാഗത്തുമൊക്കെ പോയിരുന്ന ഫോൺ വിളിക്കുക. അത് പറഞ്ഞതിന് എന്നോട് ദേഷ്യം, നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പരാതി കൊടുത്തു. മോൾ പ്രണയിച്ച ആൾ പരാതി കൊടുത്തു അല്ലേ? അപ്പോൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് മകളുടെ കാമുകനും അമ്മയും ചേർന്ന് പരാതി കൊടുത്തു. പരാതി വെച്ച് ഇത് പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചോണ്ട്. ഇപ്പോൾ എത്ര ദിവസമായി പുറത്തിറങ്ങിയിട്ട്? 2 ദിവസമായിട്ട്. ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നോ കേസിൽ പെട്ടപ്പോൾ? ഈ നിയമ പോരാട്ടം നടത്തിയത് ഭാര്യയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ മകള് തന്നെ കൊടുക്കാനുണ്ടായ ഒരു കാര്യം? ഫോൺ വിളിക്കുന്നത് വഴക്കുണ്ടായി. പിന്നെ ഇവിടെ കോളേജിൽ നിന്ന് ഒരു സാധനം കൂട്ടി ഇവിടെ വീട്ടിൽ കൊണ്ടപ്പോൾ ചോദിച്ചു ഫ്രണ്ടാന്ന് പറഞ്ഞു. അതേ തുടർന്ന് വഴക്കുണ്ടായിരുന്നു എപ്പോഴും അപ്പനും മകളും. പിന്നെ മകള് പരാതി കൊടുത്തു എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? മകള് പരാതി കൊടുത്തുന്ന ഇവിടെ പോലീസ് വന്നപ്പോഴല്ലേ അറിയുന്നത്. മകൾ ആർക്കനുകൂലമായിട്ട് മൊഴി കൊടുത്ത്? അപ്പനെ തെറ്റിയ കാര്യം. അപ്പനാ തെറ്റുകാരനെന്ന് പറഞ്ഞു. നാട്ടുകാരൊക്കെ എന്താ പറഞ്ഞു? നാട്ടുകാർ ചേട്ടായുടെ കുറ്റം ഒന്നും പറയത്തില്ല. ചേട്ടായി പാവമെന്ന് പറയുന്നു. അങ്ങനെ ആരും പറയുകയല്ല ചേട്ടായുടെ കുറ്റം. ഒരു മനുഷ്യനായിട്ട് ഇടപെടത്തില്ല, ഒന്നുമില്ല. പറമ്പിപ്പണി ചെയ്യുമ്പോൾ തൊഴിലുറപ്പിനും പോകും. ഞാൻ അലക്കാട്ടി പണിക്കും. ഇപ്പോൾ മകള് ആരുടെ കൂടെയാണ്? കാമുകൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ പിതാവ് ഇപ്പോൾ 1.25 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടാൽ പോലും അദ്ദേഹം ഈ സമൂഹത്തിന് മുന്നിൽ നേരിടേണ്ടി വന്ന അപമാനവും അതോടൊപ്പം തന്നെ ജയിലിൽ കഴിയേണ്ടി വന്ന ദിവസങ്ങളും തീർച്ചയായിട്ടും അത് ശിക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ പോലീസ് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സാകാൻ 2-3 മാസം കൂടെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടി മൈനറാണ്. ഈ കുട്ടി നിരന്തരമായിട്ട് ഫോൺ വിളിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ കാണാതെയും വിളിച്ചിരുന്നൊക്കെ നിരന്തരമായിട്ട് ഫോൺ വിളിക്കും. ഇത് ഈ കുട്ടിയുടെ പിതാവായ സജി കണ്ടെത്തി. അങ്ങനെ ഇത് പിടിക്കപ്പെട്ടു. സജി കൃത്യമായിട്ടുള്ള വാണിംഗ്, സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഏത് പിതാക്കന്മാർക്കും ഒരു ഉത്കണ്ഠ ഉണ്ടാവുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് സജി ഇത് പിടിക്കപ്പെടുകയും ഈ കുട്ടിയെ താക്കീത് ചെയ്യുകയും ചെയ്തു. നിരവധി തവണ, 1-2 തവണ എന്നല്ല. മാത്രമല്ല ഈ ഫോൺ വിളിയുടെ പേരിൽ, ഈ ഫോൺ വിളി എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് വിളിക്കുന്നത് ഈ കുട്ടിയുടെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അങ്ങനെയല്ല, ഈ ഫോൺ വിളിയുടെ വീട്ടിൽ, സജിയുടെ വീട്ടിൽ മകളും അച്ഛനും തമ്മിൽ പതിവായിട്ട് വഴക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഇത് ചില വീടുകളിലൊക്കെ നമ്മളൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. ഈ ഒരു വൈരാഗ്യമാണ് കാമുകന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി സ്വന്തം അച്ഛനെതിരെ വ്യാജ പോസ്കോ കേസ് നൽകിയത്. തന്നെ പിതാവ് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന പേരും പറഞ്ഞാണ് ഈ കുട്ടി കേസ് കൊടുത്തേ. കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ അത് പോസ്കോ വിഭാഗത്തിൽ പെടുകയും ചെയ്തു. തുടർന്ന് ഇത്തരം ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഏറ്റവും വേഗത്തിലായി നടക്കും. എന്തായാലും ജാമ്യം പോലും ലഭിക്കാതെ സജി 1.5 വർഷമാണ് ജയിലിൽ കഴിഞ്ഞത്. നിങ്ങൾ ഓർക്കണേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ മനുഷ്യൻ. ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയേറെ അപമാനിക്കപ്പെട്ട 18 മാസം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. പക്ഷെ സത്യം എന്ന് പറഞ്ഞത് എല്ലാ കാലവും മൂടിവെക്കാൻ പറ്റില്ലല്ലോ. അത് അടിവരായിട്ട് ഉറപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു കട്ടപ്പന അതിവേഗ കോടതിയുടെ സുപ്രധാന നടപടി. ഈ പറയപ്പെട്ട പോസ്കോ കേസിൽ പിതാവായ സജിക്ക് യാതൊരു പങ്കുമില്ലെന്ന് കണ്ടെത്തിയ കോടതി സജിയെ വെറുതെ വിടാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ കേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സജി എന്ന ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നത് സ്വന്തം ഭാര്യയും നാട്ടുകാരുമായിരുന്നു. സജിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പരാതി സ്വന്തം ഭാര്യക്ക് പോലും സജിയെ പറ്റിയില്ല, സ്വന്തം നാട്ടുകാർക്ക് പോലും സജിയെ പറ്റിയില്ല. വളരെ മാന്യനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സജി. അദ്ദേഹത്തെയാണ് സ്വന്തം മകൾ ഇത്തരത്തിൽ സമൂഹത്തിൽ അപമാനപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത്. അപമാനപ്പെടുത്താനുള്ള ശ്രമേ അവൾ നടത്തിയിട്ടുള്ളൂ, അപമാനപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിന് തീർച്ചയായും കോടതിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. നിയമവ്യവസ്ഥയെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതുണ്ട്. ഈ സജി അകത്തായി കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോ തന്നെ ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ കറണ്ട് പോകുന്നതായി ഈ കുട്ടിയുടെ അമ്മ തിരിച്ചറിയുന്നു. ആ അമ്മ നോക്കിയപ്പം അയൽപക്കത്തെ വീട്ടിലൊക്കെ കറണ്ട്, പിന്നെന്താ ഞങ്ങളെ വീട്ടിൽ മാത്രം പോയതെന്ന് അമ്മ അങ്ങനെ ആശങ്കപ്പെട്ട് മെയിൻ സ്വിച്ച് ചെന്ന് നോക്കിയപ്പോൾ മെയിൻ സ്വിച്ച് ഓഫാണ്. മെയിൻ സ്വിച്ച് ഓൺ ആക്കിയ അമ്മ കണ്ട കാഴ്ച ഇപ്പറയപ്പെട്ട കാമുകനും ഈ സ്വന്തം അപ്പനെതിരെ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിയും തമ്മിൽ ആ വീടിനകത്ത് വെച്ച് അമ്മ ഇത് കൈയോടെ പിടികൂടി. എന്ന് മാത്രമല്ല, അമ്മയും ഒരു സഹോദരനും, ഈ പെൺകുട്ടിയുടെ ഒരു സഹോദരനും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വീടിന്റെ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിടുകയും ചെയ്തു. തുടർന്ന് അവർ അയൽവാസികളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി
ഒട്ടും വേഗാതെ അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് ഉടൻ തന്നെ സ്പോട്ടിലെത്തി ഇവരെ പൊക്കി കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി എന്താ കോടതി മൊഴി കൊടുത്തറിയങ്ങള്, അതായത് ഈ കാമുകൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, പോസ്കോ കേസ് കൊടുക്കാൻ പറഞ്ഞ കാമുകൻ, ഇയാൾ തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് ഈ പെൺകുട്ടി കോടതി മൊഴി കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴേക്കും ഈ കുട്ടിക്ക് 18 വയസ്സായിട്ടുണ്ട്. പോസ്കോ നിയമത്തിലല്ല ഈ കേസ് വന്നത്. പിന്നീട് അതിന്റെ കോടതി നടപടികൾ പിന്നീട് പുരോഗമിക്കുന്നു. പിന്നീട് ഈ കുട്ടി മൊഴി മാറ്റി പറയുന്നു. അങ്ങനെ ഈ ചെറുക്കനെ കോടതി വെറുതെ വിട്ട ശേഷം ഇപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ജീവിക്കണേ, ഈ കാമുകനും കാമുകിയും. സജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തോട്ടം തൊഴിലാളിയാണ്. വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ജോലിക്ക് പോയി മദ്യപാന ശീലമില്ലാത്ത, മറ്റു ദുശീലങ്ങളൊന്നുമില്ലാത്ത ഗൃഹനാഥനാണ് സജി. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും എന്തിന് സ്വന്തം ഭാര്യക്കും മക്കൾക്കും വരെ അദ്ദേഹത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണുള്ളത്. നമ്മുടെ നാട്ടിൽ ചില മനുഷ്യന്മാരുണ്ടാവുമല്ലോ, വളരെ നല്ല മനുഷ്യന്മാരൊക്കെ, പക്ഷെ വീട്ടിൽ അവരെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളുണ്ടാവുക. എന്നാൽ സജിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പോലും സജിക്ക് നല്ലൊരാളാണെന്നാണ് ഭാര്യ പോലും പറയുന്നത്. അത്രക്ക് ക്ലിയർ ആണ് ആ മനുഷ്യൻ. ആ മനുഷ്യനെ കൊണ്ടേക്കാണ്ടാണ് ഇത്രയേറെ സമൂഹത്തിന്റെ മുന്നിൽ മാനം കെടുത്തിയത്. ആരാ? സ്വന്തം മകൾ. എന്തിനാ? കാമുകന് വേണ്ടി. നിലവിൽ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടെങ്കിലും 18 മാസത്തോളം അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷം, അപമാനം, ഇതിനൊന്നും ഇത് പകരമാവില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്ക് ഇതിൽ ആരെയും കുറ്റപ്പെടുത്താനും സാധിക്കില്ല. പോസ്കോ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ കേസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേസാണ്. നമ്മുടെ സമൂഹത്തിൽ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന കാര്യം വളരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ക്രൈമുകൾ നടക്കുന്നതിനെതിരെ വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് പോസ്കോ കേസ്. പക്ഷെ എന്താ ചെയ്യാ, ഇതും വലിയ രീതിയിൽ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ആളുകളെ. കാമുകനോട് സംസാരിച്ചതിന് അപ്പനെ കൊടുക്കുക, വഴിതർക്കത്തിന്റെ പേരിൽ അയൽവാസിയെ കൊടുക്കുക, ഒക്കെ പോസ്കോ കേസ് എടുത്താ കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ബഹുമാന്യപ്പെട്ട ആളുകൾ, ഭരണാധികാരികളൊക്കെ ദയവായി വ്യാജ പരാതികൾ നൽകുന്നത്, പ്രത്യേകിച്ച് പോസ്കോ കേസിന്റെ പേരിൽ വ്യാജ പരാതികൾ നൽകി പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ, ഇത് വ്യാജ പോസ്കോ കേസാണെന്ന് തെളിയിക്കപ്പെടുന്ന പക്ഷം ഇവർക്കെതിരെ ഈ പോസ്കോ കേസിന് സമാനമായ ഒരു വകുപ്പ് അകത്തിടാൻ ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ എത്ര നിരപരാധികളെ, എത്ര മാന്യന്മാരെ മനുഷ്യന്മാരാണ് ഇതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടിട്ടുള്ളത്. സമൂഹത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്ന ഒരാള്, അതിനു മുന്നേ മലപ്പുറത്ത് നിന്ന ഒരാള്, ഇപ്പതാ സജി ഇടുക്കിയിൽ നിന്ന്. ഇത് നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നേ. ഈ ഒരു കേസിന്റെ പേരിൽ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന അനവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തായാലും വ്യാജ പരാതിയാണെന്ന് ബോധ്യപ്പെട്ട് സജിയെ വെറുതെവിട്ട കോടതിയെ അഭിനന്ദിക്കണം. വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടിയുടെ കൂടെ താമസിക്കുന്ന ഈ കാമുകൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഇവനോടാണ് എനിക്ക് പറയുന്നത്. എടാ ചെറുക്കാം, ഈ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം മനസ്സിലായിപ്പോ, ഈ ജീവിച്ചു തുടങ്ങിയ ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ദാമ്പത്യ ജീവിതമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം എന്തായാലും ഉണ്ടാവും, ഒരു സംശയം വേണ്ട, അതുണ്ടാവാം. ആ അവസരത്തിൽ ഇവൾ തനിക്കെതിരെ ഒരു വ്യാജ ഗാർഹിക പീഡന കേസോ സ്ത്രീധന പീഡന കേസോ ഒക്കെ കൊടുക്കുന്നുള്ളത് നീ മുൻകൂട്ടി കണ്ടോ? എടാ, നിനക്ക് വേണ്ടി സ്വന്തം തന്തയെ, മാന്യമായിട്ട് നാട്ടിലൂടെ ജീവിക്കുന്ന സ്വന്തം തന്തയെ പോസ്കോ കേസ് കൊടുത്ത് അപമാനിച്ച് അകത്താക്കിയാളോ അവള്? ജനിപ്പിച്ച തന്തയെ, പോറ്റിയ തന്തയെ. എന്നിട്ടാണോ ഇന്നലെ കാമുകനായി വന്ന നീ? അപ്പൊ അതുകൊണ്ട് നീ ഇതൊക്കെ സൂക്ഷിച്ചോ, വളരെയധികം സൂക്ഷിച്ചോ. നിനക്കും ഇത് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മൾ ഈ കഥകൾ വായിച്ച്, നമ്മൾ ഈ സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നു ചെറുക്കാം, വളരെയധികം സൂക്ഷിച്ചോ. ഇവളെന്തും ചെയ്യാൻ പഠിക്കില്ല. സ്വന്തം തന്തക്കെതിരെയാണ് അവൾ പോസ്കോ കേസ് കൊടുത്തത്. പിന്നെ നീ അവൾക്ക് കുറയോ? അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചോ. എന്നാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരുന്നു. വളരെ വിനീതമായി പ്രത്യേകിച്ച് മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചോളത്തേക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.